ഒരു മഴ പെയ്ത് തോർന്ന പോലെയുണ്ട് ഇല്ലേ അമ്മേ? അല്ലേ മദർ, ഇത് എന്നെ എന്റെ ത്രേസ്യ കുട്ടിയെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിട്ട് വെച്ചിരിക്കുന്നത്? ഒന്ന് പോടാ, നീ ഒരു ജോലിക്ക് പോയി കണ്ടാ മതിയായിരുന്നു എനിക്ക്. ജോലിയാ? എന്റെ അമ്മേ, ഇക്കാലത്ത് ജോലിക്ക് പോയാൽ എന്നെ കിട്ടാനാ? ഇത്രയും വലിയ പട്ടാളക്കാരനായിട്ട് അച്ഛൻ എന്നാ ഉണ്ടാക്കിയത്? ഈ 30 സെന്റ് സ്ഥലവും വീടും. എടാ എടാ, നന്ദികേട് പറയാതടാ. ആ ശമ്പളം കൊണ്ടാ നിന്നെ വളർത്തി ഈ കോലത്തിലാക്കിയത്. ഈ കോലത്തിലാക്കാനാണെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോയാൽ മതിയായിരുന്നു. അമ്മ നോയിക്കോ, അടുത്ത ഇലക്ഷനിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാ ഞാൻ. ജയിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ ആരാ? മന്ത്രിയാ, മന്ത്രി. പിന്നെ അമ്മ ആരാ? മന്ത്രിയുടെ അമ്മ, മന്ത്രി അമ്മ. ചുറ്റും പരിചാരകരും ലൈറ്റ് വെച്ച വണ്ടിയും. ഓർക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. ആംബുലൻസും നഴ്സുമാരും ആവാതിരുന്നാ മതി. എനിക്ക് നിന്റെ ലൈറ്റ് വെച്ച വണ്ടിയും വേണ്ട, പരിചാരകരും വേണ്ട. അപ്പച്ചൻ വിളിച്ചപ്പോ പറഞ്ഞെന്താന്നറിയോ? നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ. അതിനുള്ള പണം എന്താന്ന് വെച്ചാ അപ്പച്ചൻ വരുമ്പോ തരും. ദേ, അതുവരെ ഉള്ളൂ നിന്റെ ഈ സമരവും ജാഥയൊക്കെ. പറഞ്ഞേക്കാം. അമ്മേ, അമ്മ സാമ്പാറില്ലേ? വേണ്ട. വിഘ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ശത്രു ചില്ലറക്കാരനല്ല. പാവം വെല്ലുവിളിച്ചത് വെറുതെ അല്ല. സ്ഥാനഭ്രംശം, മാനഹാനി മുതലായവയ്ക്കുള്ള സാധ്യതകൾ ഇല്ലാതില്ല. അത് ധാരാളമായിട്ടുണ്ടല്ലോ മാനഹാനി. ചില അവിഹിത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് അല്ലേ? ആപത്തുകൾ ഏത് നിമിഷവും ഏത് രൂപത്തിലും കടന്നു വരാം. ആരോ വരുന്നുണ്ടല്ലോ. ആപത്താണോ? പഞ്ചായത്ത് സെക്രട്ടറി. ഭഗവാനെ, ഈ സാധനത്തിന് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ പ്രസിഡന്റ്, ഒരു കുഞ്ഞു പോലും അറിയില്ല, ധൈര്യമായിട്ട് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടല്ല ഞാൻ എല്ലാത്തിനും സമ്മതിച്ചത്. ഇപ്പൊ എല്ലാരും അറിയുന്നു കണ്ടപ്പോ വീട്ടിൽ കയറി ഇരിക്കല്ലേ? സത്യമായിട്ടും മനസ്സാ വാച കർമ്മ ഞാൻ അറിഞ്ഞിട്ടില്ല. ലളിത, എനിക്ക് അതിനുള്ള ശേഷിയില്ല എന്നുള്ളത് നിനക്കറിയാമേലെ. അതിനെന്താ, ഞാനില്ലേ കൂടെ? ഉണ്ട്. എല്ലാം ഒപ്പിച്ചിട്ട് ഇപ്പൊ എന്നെ ഒഴിവാക്കി ഉത്തരവാദിത്തത്തിന് ഒഴിയാനാണ് പരിപാടി എങ്കിൽ കോടതിയിലുള്ള സത്യം മുഴുവനും പറഞ്ഞ് എല്ലാത്തിനും നിങ്ങളാണ് കാരണക്കാരനെന്ന് ഞാൻ തെളിയിക്കും. ശിവ ശിവ, കണ്ടില്ലേ കവടിയുടെ ശക്തി? ഈ പണിക്കര് പ്രവചിച്ചാ അത് തെറ്റില്ല. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ അവസരോചിതോ ഗുണിതോ പണിതോ എന്നല്ലേ പ്രസിഡന്റ്? അതായത് അവസരങ്ങൾ ഉചിതമാണോ എന്ന് ഗുണിച്ചു നോക്കിയിട്ടേ പണിയാവൂ എന്ന്. അല്ലെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടും. ദക്ഷിണ ഞാൻ പിന്നെ വന്ന് വാങ്ങിക്കോളാം. കാര്യങ്ങള് കൈവിട്ടു പോയല്ലോ. പ്രസിഡന്റ്, എനിക്കിത് രണ്ടിലൊന്നും അറിയണം. എന്റെ പൊന്നു പെമ്പർത്തോത്തി, നിങ്ങൾക്ക് എന്തിന്റെ അസുഖാ? ഓ, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലാന്നേ. അതെന്താ, മൂലക്കുരുവിന്റെ അസുഖം? അതല്ല, പ്രസിഡന്റ് പറഞ്ഞിട്ടല്ലേ പാലപ്പടിയുടെ വെട്ടിപ്പിന് ഞാൻ കൂട്ടു നിന്നത്. ഇപ്പതേ ആ പോളി കൊണ്ടുപോയി ലോകായുക്തയിൽ പരാതി കൊടുത്തു. അവരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുക. എന്റെ ജോലി പോകും ഉറപ്പാ. ഇത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അതെ, തൽക്കാലം സെക്രട്ടറി പോ, കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. സത്യം? സത്യം. അല്ലേലും എനിക്കറിയാം പ്രസിഡന്റ് എന്നെ കൈവിടില്ല. എന്നാ ഞാൻ പോട്ടെ. ഇപ്പഴാ സമാധാനായ. ഈശ്വര, ഇനി എന്ത് പറഞ്ഞിട്ടാ ഇത് ശരിയാക്കാൻ പോണേ? ആ പണിക്കര നാട്ടിൽ മുഴുവൻ എന്താണോ പറഞ്ഞോണ്ട് നടക്കാൻ പോകുന്നത്? ഈശ്വര, നാട്ടിലെല്ലാം എത്രയും പെട്ടെന്ന് പാട്ടായാ മതിയായിരുന്നു. അപ്പൊ പിന്നെ ഞാനായിരിക്കും അടുത്ത പ്രസിഡന്റ്. അയ്യോ. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.